രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ തിരിച്ചെത്തിയതോടെ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂട്ടുകച്ചവടമാണെന്നും പല കാര്യങ്ങളിലും രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്നുമായിരുന്നു EN സുരേഷ് ബാബുവിന്റെ ആരോപണം. പരാമർശങ്ങൾ ചിലത് വിവാദത്തിലായതോടെ മലക്കം മറിച്ചു. ശക്തമായ നടപടി ഇനിയും വേണം, താൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടം ഈ കാര്യത്തിൽ പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ഹെഡ്മാഷ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി. കണ്ട ആളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? EN സുരേഷ് ബാബുവിന്റേത് ആരോപണമല്ല, അധിക്ഷേപമാണ് എന്നായിരുന്നു ഷാഫി പറമ്പിൽ MPയുടെ മറുപടി. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. CPIM നേതൃത്വം മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം? ആയിഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ഷംന, ഇതിലാദ്യം പറയുമ്പോൾ അദ്ദേഹം ഈ ഷാഫി പറമ്പിൽ എന്ന പേര് പറയുന്നുണ്ട്, ഷാഫി എന്ന് പറയുന്നുണ്ട്. അവർ കൂട്ട് കച്ചവടമാണോ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് ഞാൻ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന്? അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ തരത്തിലേക്കൊരു മലക്കം മറിച്ചിൽ നടത്താൻ കഴിയുന്നത്? ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. അനുജ, അതുതന്നെയാണ്. ഈ വാക്കുകൾ വിവാദമായതോടുകൂടിയാണ് അതിൽ ഷാഫി പ്രതികരിച്ചതിന് പിന്നാലെയാണ് താൻ ഷാഫിയെ അല്ല ഉദ്ദേശിച്ച് എന്ന ഒരു മലക്കം മറിച്ചിലുമായി, അങ്ങനെ ഒരു വിശദീകരണവുമായി സുരേഷ് ബാബു രംഗത്തെത്തിയത്. ആദ്യം പറഞ്ഞ ഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ അത് എണ്ണി പറയുന്നതിന് കൂട്ടത്തിൽ തന്നെ രാഹുലിനോട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാജി ചോദിക്കാത്തത്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് രാഹുലിനോട് രാജി ചോദിക്കുന്നില്ല, അതിന് കാരണം ഇവർ തമ്മിൽ കൂട്ടുകച്ചവടമാണ്, രാഹുലിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഷാഫി ഉണ്ട്, നേരിട്ടാണ് ഷാഫി ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിയെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോകാനൊക്കെ ഷാഫി ചോദിക്കാറുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഷാഫി പറമ്പിലിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സുരേഷ് ബാബു ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെ ഷാഫി ഇക്കാര്യത്തിൽ മറുപടിയും പറഞ്ഞു. ഇത് ആരോപണങ്ങളല്ല, മറിച്ച് വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങളാണ്. ഇങ്ങനെയാണോ CPM 2026 ഇലക്ഷനെ നേരിടാൻ പോകുന്നത്? മറുപടി പോലും അർഹിക്കാത്ത തരത്തിലുള്ള വാക്കുകളാണ്. ഇതിന് നേതൃത്വമാണ് മറുപടി പറയേണ്ടത്, CPM ആണ് മറുപടി പറയേണ്ടത് എന്ന തരത്തിലൊക്കെ ഷാഫി പറമ്പിൽ കൃത്യമായി തന്നെ അതിൽ മറുപടിയും പറഞ്ഞു. ഇതോടെ കൂടിയാണ് ഈ സുരേഷ് ബാബു മലക്കം മറിഞ്ഞ് രംഗത്തെത്തിയത്. അതായത് ഷാഫി പറമ്പിൽ എന്ന പേര് സുരേഷ് ബാബു പറഞ്ഞിട്ടില്ല, മറിച്ച് അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തതാണ്. ഒരു ഹെഡ്മാഷ് എന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. ഈ രാഹുലിന്റെ ഹെഡ്മാഷ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ ആ ഹെഡ്മാഷിന്റെ പേരെവിടെയും പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനം മാത്രമായിരുന്നു. ആ വ്യാഖ്യാനങ്ങളെ ശരിവെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അത് ഏറ്റുപിടിച്ചു. ഞാൻ തന്നെയാണ് ഹെഡ്മാഷ് എന്ന തരത്തിൽ ഷാഫി പ്രതികരിക്കുകയും ചെയ്തു. അതിനപ്പുറം ഇത്തരം വിവാദമാക്കേണ്ടതോ നമ്മൾ ഇദ്ദേഹം EN സുരേഷ് ബാബു പറഞ്ഞ പ്രതികരണത്തിൽ തുടക്കം മുതൽ ഷാഫിയുടെ പേര് പറഞ്ഞു തന്നെയാണല്ലോ. അപ്പോൾ വെറുതെ വന്ന് ഷാഫി പറമ്പിൽ അത് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയുന്ന വാദം നിലനിൽക്കില്ലല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനം ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ അടുത്ത മറുപടി ഒരുപക്ഷെ നിയമ നടപടിയിലേക്കൊക്കെ കടന്നാൽ അത് പ്രതിസന്ധിയിലാകാതെ നോക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത് പാർട്ടിയുടെ ബാധ്യതയായി മാറുകയാണോ ഷംന? അനുജ, അത് തന്നെയാണ്. നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഷാഫി പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഗുരുതരമായ ഒരു ആരോപണം ഒരു നേതാവിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. അതോടുകൂടി അങ്ങനെയാണെങ്കിൽ ഷാഫി വെല്ലുവിളിക്കട്ടെ, എന്നെ നിയമ നടപടിയുമായി ഷാഫി മുന്നോട്ട് പോകട്ടെ, അപ്പോൾ പറയേണ്ടിടത്ത് ഞാൻ ഇത് നേരിട്ടോളാം എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ മറുപടി. ഇതിനുള്ള കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ട്. അത് പറയേണ്ടിടത്ത് ഷാഫി വെല്ലുവിളിക്കുകയാണെങ്കിൽ താൻ പറഞ്ഞു
പറഞ്ഞോളാം എന്ന് മാത്രമാണ് സുരേഷ് ബാബു പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, ആദ്യഘട്ടത്തിൽ ഷാഫിയുടെ പേര് പറഞ്ഞ് തന്നെയാണ് സുരേഷ് ബാബു പ്രതികരിച്ചത്. അതിന് പിന്നെ അല്ലാതെ മാധ്യമങ്ങളുടെ വ്യാഖ്യാനമല്ല ഷാഫി പറമ്പിൽ എന്ന പേര് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ അത് അങ്ങനെയല്ല, അത് സമ്മതിച്ചു തരാൻ സുരേഷ് ബാബു തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്, അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു എന്ന് മാത്രമാണ്. താൻ ഷാഫി എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു ഹെഡ് മാഷ്, അതായത് കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളടക്കം ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ, രാഹുലിന്റെ ആരോപണങ്ങൾ പോലെ തന്നെ സമാനമായ അനുഭവങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് രാഹുലിനോട് നേരിട്ട് ഇങ്ങനെ ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണമായി ഷാഫി പറമ്പലിനെതിരെ ഇപ്പോൾ ഇദ്ദേഹം രംഗത്തെത്താനുണ്ടാകുന്ന കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നു മണ്ഡലത്തിൽ എന്നൊരു ഘട്ടം വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ നിയമ നടപടി ഉണ്ടായാൽ അതിനെ നേരിടാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യം അതെങ്ങനെയാണ് ഷംന? അനുഷ, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തിരിച്ചെത്തിയതുമായിട്ടുള്ള പ്രതികരണങ്ങൾ തേടുകയായിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് രാഹുലിന്റെ രാജിയാണോ നേതൃത്വത്തിന്റെ ആവശ്യം, ഒപ്പം തന്നെ രാഹുലിനെതിരെ ഇനി പ്രതിഷേധം ശക്തമാക്കുക എന്നൊക്കെയുള്ള പ്രതികരണം തേടുകയായിരുന്നു. ഇതിനിടക്കാണ് ഷാഫി പറമ്പിലിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് രാഹുലിനോട് കോൺഗ്രസ് പാർട്ടി പോലും രാജി ആവശ്യപ്പെടുന്നില്ല, അങ്ങനെ പറയാൻ പോലും കോൺഗ്രസിലെ ഒരു നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല. ഷാഫി വരെ കൂട്ടുകച്ചവടം ആണ് നടത്തുന്നത്. അങ്ങനെയാണ് ഷാഫി പറമ്പിലിന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ വിവാദത്തിൽ ചില വാക്കുകളൊക്കെ വിവാദമായതോടെ, ആരോപണങ്ങൾ വിവാദമായതോടെ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് മലക്കം മറിയുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ നേരത്തെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി പിന്നെ മറുപടി ഇല്ലാതെയായി. അങ്ങനെയാണെങ്കിൽ ഷാഫി നിയമ നടപടിയുമായി മുന്നോട്ട് പോട്ടെ, ഷാഫിയെ വെല്ലുവിളിക്കട്ടെ, അന്നേരം പറയേണ്ടിടത്ത് ഞാൻ ഇത് പറഞ്ഞോളാം എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് വൈകിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധമുണ്ട് വൈകിട്ട് പാലക്കാട്. എന്തായാലും നാളെ വിവാദങ്ങൾക്കിടയിൽ നാളെ രാഹുൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമാവുകയാണ്. ഔദ്യോഗിക പരിപാടികളിലൊക്കെ നാളെ പങ്കെടുക്കും. ഒപ്പം ഷാഫി പറമ്പിൽ ഇനി ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അതാണ് അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്, ഇത് അധിക്ഷേപമാണ് എന്ന് അദ്ദേഹവും പറയുന്നു. ഒപ്പം നിയമ നടപടി ഷാഫി പറമ്പിൽ കൈക്കൊള്ളുമെന്നാണ് കരുതുന്നത് എന്നുകൂടി VD സതീശൻ പറയുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.